അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ വീഡിയോയിൽ നൽകുന്ന സന്ദേശം തെറ്റിദ്ധാരണ പാടില്ല എന്നും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിക്കാനും പാടില്ല എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യർ സാമൂഹിക ജീവിയാണ്. പരസ്പരം ഇടപെട്ടും ബന്ധപ്പെട്ടും ഇടപാടുകൾ നടത്തിയും കൊടുത്തും വാങ്ങിയുമൊക്കെ സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തി മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ. അങ്ങനെ ജീവിക്കുന്ന ചുറ്റുപാടിൽ പല നിലയിലുള്ള അസാരസ്യങ്ങളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ സംഭവിക്കാനിടയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല സാഹചര്യങ്ങളായി ഉണ്ടാകാം, പല കാരണങ്ങളാൽ ഉണ്ടാകാം. അക്കൂട്ടത്തിലെ പ്രശ്നത്തിന് കാരണമാകുന്ന ഒരു സാഹചര്യമാണ് തെറ്റിദ്ധാരണ എന്നുള്ളത്. ഒരാളെക്കുറിച്ച് തെറ്റിദ്ധരിക്കുന്നു. നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാകും. നമ്മളെന്തെങ്കിലും ധാരണകൾ വെച്ചുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ധരിക്കുകയും പിന്നീട് കുറച്ചുനാൾ കഴിയുമ്പോൾ അയാൾ അതിൽ നിരപരാധിയായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന സാഹചര്യം. അതുകൊണ്ട് തെറ്റിദ്ധാരണ എത്രത്തോളം പാടില്ല എന്ന് കൂടുതൽ നമ്മളെ ആ വിഷയത്തിൽ ശ്രദ്ധാലുക്കളാക്കാൻ വേണ്ടി മഹത്തുക്കളായ ആളുകൾ, പണ്ഡിതന്മാർ ഇങ്ങനെ വരെ പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ അവൻ കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നതായി കണ്ടാൽ പോലും അയാളെക്കുറിച്ച് അയാൾ മദ്യം കഴിക്കാൻ വേണ്ടി പോയതാണ് എന്ന് വിചാരിക്കരുത്. മദ്യം കഴിക്കുന്നതായി നാട്ടിൽ അറിയപ്പെട്ട ആളാണെങ്കിൽ എന്നല്ല പറഞ്ഞത്, അല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത്രത്തോളം തെറ്റിദ്ധാരണ മാറ്റിവെക്കാൻ നമ്മളോട് പഠിപ്പിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ നിലയിൽ തെറ്റിദ്ധാരണ തിന്മയാണ് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് പറയുന്നു. ശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ഹുജറാത്തിൽ നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനദ്ദന്നി ഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ആയതുകൊണ്ട് തെറ്റിദ്ധാരണ തികച്ചും തെറ്റായ ഒരു സ്വഭാവ ഗുണമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു ദുർഗുണമാണ്. രണ്ടാമത്തെ വിഷയം, തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് സൂക്ഷ്മത പുലർത്തുക എന്നുള്ളതാണ്. ഒരൊറ്റ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇഅ്തികാഫിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. ഭാര്യ സഫിയ ബിൻത് ഹുയയ്യ് റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയുന്നു, ഇഅ്തികാഫിൽ കഴിഞ്ഞിരുന്ന നബിയെ സന്ദർശിക്കാനായി ഞാൻ പോയി. അങ്ങനെ സന്ദർശനം കഴിഞ്ഞ് എന്നെ മടക്കി അയക്കാനായി നബി തങ്ങൾ വന്നു. അങ്ങനെ എന്നെ മടക്കി അയക്കുന്നതിനായി എൻ്റെ കൂടെ വന്ന സാഹചര്യത്തിൽ രണ്ട് അൻസാരികളായ സഹാബികൾ ഇതിലെ കടന്നുപോയി. ആ അൻസാറുകളായ സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് ഇന്നഹ സഫിയ ബിൻതു ഹുയയ്യ്, ഇത് എൻ്റെ ഭാര്യ സഫിയ ആണ്. അതായത് എൻ്റെ കൂടെ നിൽക്കുന്ന സ്ത്രീയെ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, മറ്റാരെങ്കിലുമാണോ എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അക്കാര്യം പറഞ്ഞത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു അനാവശ്യവും ചിന്തയിൽ കൊണ്ടുവരിക പോലും ചെയ്യാത്ത ആളുകളാണല്ലോ സഹാബാക്കൾ. ആ സഹാബികൾ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങേ ഞങ്ങൾ തെറ്റിദ്ധരിക്കുകയോ? നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി, തീർച്ചയായും ഷൈത്താൻ ഇങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുകൂടിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആ ഷൈത്താൻ അത്തരത്തിലുള്ള ധാരണകൾ ഇട്ടു നിന്നുകൊണ്ട് അനാവശ്യ ചിന്തകൾക്ക് ഇടം നൽകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വ്യക്തത വരുത്തിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കരുത്. അതേപോലെ നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യരുത്.